ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ അവരുടെ പേരെന്താ ഇവിടെ പറയാതെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കോൺട്രവേഴ്ഷ്യൽ ആണ് അതൊക്കെ. ഞാനാട്ടോ വെക്കാൻ പോണത്. ബേസിക്കലി ഞാനാണ് ഇവിടെ എല്ലാ ആളുകളും വരയ്ക്കുന്നത്. ഹലോ ഗൈസ് ഇവിടെ പറയുന്നതാണ് കയറിയതാ, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ കോട്ടനാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകണം അറിയാം? നമ്മുടെ ഫ്രെയിമൊക്കെ ഉണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ഹാങ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ അറിയുന്നതാണ് അവിടുത്തെ സംസാരിച്ചാണ് കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ ശരിക്കും മുടിയാണ് കേട്ടോ. ശരിക്കും മുടിയല്ലേ ഒരു വെച്ചതൊക്കെ. അത് ഞാൻ കട്ട് ചെയ്തോളാം. ഈ പറഞ്ഞോ എന്താ ചെയ്യാൻ പോണേ? തന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങളെ ഫ്രെയിംസൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കും. അതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, കാണാം. ഞാനാട്ടോ വെക്കാൻ പോണത്. ബേസിക്കലി ഞാനാണ് ഇവിടെ എല്ലാ ആണികളും വരയ്ക്കുന്നത്. തറയ്ക്കുള്ള ഒരു ആണിയാണ്. അതെ, അല്ല വളഞ്ഞിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്തിണ്ടാണി. അടുത്തത് അതിനെ വെച്ചെടുക്കും. ഇതൊക്കെ ഒരേ മാതിരിയാണ്. അന്തം കമ്മിയാണ് കേട്ടോ. ആക്ച്വലി ഇവർക്ക് കുറച്ച് അന്തം കമ്മിയുണ്ട്. ഒരേ വലിപ്പമുള്ള ഒരേ ഫ്രെയിം വെച്ചിട്ട് ഇവിടെ പറയണത് അത് കഴിഞ്ഞാൽ നോക്കട്ടെ എന്നൊക്കെ. ഇത് കുറച്ച് മുകളിലാണ്, ചെറുതായിട്ട്. കുഴപ്പമില്ല, ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നും കാണിച്ചെത്തി. ആ രണ്ട് സൈഡത്തി ഒരേ ഇതായി ഹൈറ്റായി. ഇത് കുറച്ച് താഴ്ന്നപ്പോ അത് രണ്ടും ഒരേ ഹൈറ്റാ. ഇത് കുറച്ച് താഴെ. കുറച്ച് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അറിയുന്നൊന്നുമില്ല. അതല്ല ഫസ്റ്റ് അടിച്ചത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു റബ്ബർ കൂടെ താഴെ ആണിയുമയാണ് നമ്മൾ തൂക്കുന്നുണ്ടെങ്കിൽ വല്ല കാറ്റടിച്ച് വീണ ഇതൊന്നും നഷ്ടം പറയുന്നേ. അത് ഞങ്ങൾ ജസ്റ്റ് ആണിയും മാത്രം ലഭിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു ഡബിൾ സൈഡ് ആക്കി പൊട്ടിക്കണം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ 2-3 ദിവസമായി വന്നിട്ട് 2 ദിവസമായി ഞങ്ങൾ വന്നിട്ട്. ശനി ഞായറും വന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ച മാത്രമേ വരാതിരിക്കുള്ളൂ. കേടാ വൃത്തിയാക്കാനുണ്ട്.
നല്ല മണല്ലേ പുറത്ത് കിട്ടപ്പോൾ തന്നെ. നെറ്റ് കണ്ടിട്ടാണ് ലഞ്ച് എൻ്റെ നെറ്റിനെ ആൻറ്റി ഈ മായ സുപ്രീമിനൊരു ആഡ് ആയിക്കോട്ടെ. ഇതാട്ടോ ഞങ്ങളിവിടെ കത്തിക്കുന്നത്. അതെ അതെ നമുക്ക് ഓർഡറിൻ്റെ പ്രിൻ്റ് എടുക്കുന്നു, ഓർഡർ പാക്ക് ചെയ്യുന്നു. ഞാൻ ഉണ്ടാവുന്ന ചുരിദാറൊക്കെ ഒരു ടോന്നത്. അപ്പം ഞങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കേട്ടോ. അതുകൊണ്ട് വെച്ചപ്പോൾ നന്നായിട്ടുണ്ട് അല്ലേ അല്ലേ? യെസ്. ഓക്കെ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഓർഡറിൻ്റെ പ്രിൻ്റ് എടുക്കും, പാക്ക് ചെയ്യും. അവർ ഇങ്ങനത്തെ പരിപാടി കൊറിയർ പാർട്ട്നേഴ്സിനനുസരിച്ചിട്ടാണ്. ചിലവർ നേരത്തെ വരും, ചിലവർ രാത്രി വരും, ചിലവർ വരില്ല. നമ്മൾ 3 ആൾക്കാരാണ് ഡെയിലി, 3 ആൾക്കാരാണ് നമ്മൾ മെയിനായിട്ട് ഉണ്ടാവാറ്. 3 കൊറിയർ പാർട്ട്നേഴ്സാണ് ഉണ്ടാവുക. മീഷോനെ ബേസ് ചെയ്തിട്ട് 4 കൊറിയർ 4 5 എണ്ണമാണ് അവർ സജസ്റ്റ് ചെയ്യുന്ന 5 കൊറിയർ പാർട്ട്നേഴ്സ്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഒരാളാണ്. ഞാൻ ഏറെക്കുറെ എല്ലാ ഓർഡേഴ്സും അയാൾ വരിക. പക്ഷെ അയാൾ ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് പോകും. അയാൾ മിക്കവാറും വരാറില്ല. രണ്ടാമത് പറഞ്ഞാൽ വരാറില്ല. ഞാൻ ഇപ്പോൾ അവരുടെ പേരെന്താ ഇവിടെ പറയാതെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് ഡൽഹി വരി എന്നിട്ടുള്ളൊരു കൊറിയർ പാർട്ട്ണറാണ് നല്ലതായി തോന്നിയിട്ടുള്ളത്. ഇവർക്കൊക്കെ ഏതാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരൊന്നും പറയാത്തത്. അതാണ് ബെസ്റ്റായിട്ടല്ല, അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണതും. നമുക്കിനി വന്നില്ലെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും ചോദിക്കാം, അവരുടെ കോൺടാക്ട് നമ്പറെങ്കിലും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഓർഡറൊക്കെ പ്രിൻ്റ് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഓർഡറൊക്കെ പാക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യാം. അങ്ങനെ എത്ര ഉള്ളൂ കേട്ടോ വീഡിയോ. ജസ്റ്റ് നമ്മൾ ഫ്രെയിം ഇങ്ങനെ ഫിറ്റ് ചെയ്ത വീഡിയോ ആണെന്നുള്ളത് നോക്കട്ടോ. അപ്പോൾ നന്നായിട്ടില്ലേ? നോക്കത്തതല്ല, അതിൻ്റെ കുറച്ച് പെയിൻറ്റിങ് ഒക്കെ പോലെ കാണുമ്പോൾ ഭംഗിയുണ്ട് കേട്ടോ. എത്ര ഉള്ള നമ്മളെ വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്.